ഹായ് ഫ്രണ്ട്സ്, നിക്കീസ് കഫേയുടെ മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള ശ്രീവരാഹൻ ടെമ്പിളിൻ്റെ ക്ഷേത്രകുളത്തിലാണ്. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രകുളങ്ങളിലൊന്നാണ്. ഈ സ്ഥലം എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞത് ട്രിവാൻഡ്രം പൾസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയാണ്. ആ ട്രിവാൻഡ്രം പൾസിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഉടമസ്ഥനായ രാജേഷേട്ടൻ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. രാജേഷേട്ടനോട് നമുക്ക് ചോദിച്ച് തിരുവനന്തപുരം നഗരത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ രാജേഷേട്ടനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം കൂടി പറയട്ടെ. രാജേഷേട്ടൻ ഒരു ശില്പിയാണ്. തിരുവനന്തപുരത്തെ കുന്നുകുഴിയിലെ ലോ കോളേജ് ജംഗ്ഷനിൽ ബാലഭാസ്കറിൻ്റെ ഒരു ശില്പമുണ്ട്. ആ ശില്പം നിർമ്മിച്ചിരിക്കുന്ന രാജേട്ടനാണ്. അപ്പോൾ അങ്ങനെ ആ കാഴ്ചകളും എല്ലാം കൂടി ഉൾപ്പെടുത്തിയാണ് ഈ എപ്പിസോഡ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാജേട്ടാ, ഈ ക്ഷേത്രക്കുളം പരിചയപ്പെടുന്നതിന് വളരെ സന്തോഷം. ഇതിലെ ഹിസ്റ്ററിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം നമ്മുടെ പ്രേക്ഷകർക്ക്. ഇത് ഞങ്ങളുടെ ട്രിവാൻഡ്രം പൾസ് ചാനലിന് വേണ്ടി തിരുവനന്തപുരത്തെ ഓരോ കാഴ്ചകൾക്ക് വേണ്ടി തപ്പി ഇറങ്ങിയപ്പോഴേക്കും എനിക്ക് പേഴ്സണലായിട്ട് നല്ല പരിചയമുള്ള കുളമാണ്. കാരണം പണ്ട് കുട്ടിക്കാലത്ത് ഞങ്ങൾ സുഹൃത്തുക്കളോടൊപ്പം ഇവിടെ ഒരുപാട് നീന്താനൊക്കെ വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പറയാം. ഈ കുളമെന്ന് പറയുന്നത് കേരളത്തിലെ ക്ഷേത്രക്കുളങ്ങളിൽ 1ാം സ്ഥാനവും അല്ലാതെയുള്ള വലിയ കുളങ്ങളിൽ 2ാം സ്ഥാനമാണ്. ഏകദേശം 8 ഏക്കർ വിസ്തൃതി ഈ കുളത്തിനുണ്ട്. ഇത് ശ്രീവരാഹം ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രത്തിൻ്റെ ചേർന്നാണ്, അതിൻ്റെ കുളമായിട്ടാണ് ഇത് വരുന്നത്. ഈ കുളത്തിന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കുളവുമായിട്ട് ബന്ധമുണ്ട്. അവിടെ നിന്നും ഒരു ചാൽ ഇതുവഴി വരുന്നതായിട്ട് ഞങ്ങൾ ഇപ്പോഴും ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. കൂടാതെ വളരെയധികം പുരാണങ്ങളിൽ, അതായത് നമ്മുടെ കുറച്ച് നല്ല പഴക്കമുള്ള പുരാണങ്ങളിൽ ചില പ്രത്യേകതരം സ്യാനന്ദ തീർത്ഥമെന്നോ അങ്ങനെ സംതിങ് അങ്ങനെയൊക്കെയുള്ള പേരിൽ ഈ കുളത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ തിരുവിതാംകൂറിലെ മഹാരാജാക്കന്മാരുടെ പഴയ 8 വീട്ടിൽ പിള്ളമാർ അങ്ങനെയുള്ള അവരുടെ കഥകളിൽ, അവരുടെ എല്ലാ കഥകളിലും മാർത്താണ്ഡവർമ്മയുടെ CV രാമപിള്ളയുടെ മാർത്താണ്ഡവർമ്മ നോവലിൽ ഉൾപ്പെടെ ഈ കുളത്തെക്കുറിച്ച് പരാമർശമുണ്ട്. വളരെയധികം പ്രാധാന്യമുള്ള കുളമാണ്. ഇവിടെ പ്രധാനമായിട്ട് കുളത്തിൻ്റെ ഒരു പഴയകാല ചരിത്ര പ്രശസ്തം എന്ന് പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ലക്ഷദീപം നടക്കുന്ന സമയത്ത് മുറജപം നടക്കുമ്പോൾ അന്ന് വന്നിരുന്ന ബ്രാഹ്മിൻസ് ആയിട്ടുള്ള പല ദേശങ്ങളിൽ വന്ന പൂജാരിമാരൊക്കെ അവർക്ക് താമസിക്കാനും കുളിക്കുവാനും ഒക്കെ അവരൊരു വലിയൊരു കൂട്ടത്തോടെ വന്നിരുന്ന ഒരു സംഭവമാണ്. നമ്മുടെ സർക്കാരിൻ്റെ ടൂറിസം വാരാഘോഷം വർഷങ്ങളായി ഈ കുളത്തിന് ചുറ്റുമാണ് നടന്നുകൊണ്ടിരുന്നത്. ഇവിടെ നീന്തൽ മത്സരവും പൂക്കളം മത്സരം, മറ്റ് പലതരത്തിലുള്ള കലാമത്സരങ്ങൾ. പക്ഷേ നീന്തൽക്കുളത്തിൻ്റെ ഇതൊരു നീന്തൽ പരിശീലന കേന്ദ്രമാക്കുന്നതിനെ സംബന്ധിച്ച് ചില എതിർപ്പുകൾ ഉണ്ടാവുകയും നാട്ടുകാരുടെ അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളാൽ അത് നഷ്ടപ്പെട്ടു പോയെങ്കിലും ഇപ്പോഴും ഇത് ഒരു വലിയൊരു പോസിബിലിറ്റി, അതായത് ടൂറിസത്തിന് പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ, ചെറിയ ബോട്ടിങ്ങൊക്കെ നടത്താൻ പറ്റിയ വലിയൊരു പോസിബിലിറ്റി ഉള്ള ഒരു കുളമാണ് ഈ കുളം എന്ന് പറയുന്നത്. വളരെ മനോഹരമാണ് ഈ കുളത്തിൻ്റെ കാഴ്ചകൾ. പക്ഷേ അതുപോലെ അപകടം പതിയിരിക്കുന്ന ഒരു കുളമാണ്. കാരണം ധാരാളം പേര് ഇവിടെ വീണ് മരിച്ചിട്ടുണ്ട് ഈ കുളത്തിന് ചുറ്റും. കാരണം 6 or 7 ആൾക്കാരുടെ താഴ്ചയുള്ളൊരു കുളമാണ്. അനന്തപുരത്ത് നിങ്ങൾ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെ കാണാൻ വരുന്നവർ അവിടെ നിന്ന് നടന്നു വരാമെന്നുള്ള ഒരു ദൂരം മാത്രമേ ഈ കുളത്തിനേക്കുള്ളൂ. ഈ കുളം ഒരു ചരിത്ര പ്രാധാന്യം അല്ലെങ്കിൽ അത്രയും പ്രശസ്തമാണ് എന്നുള്ള തരത്തിൽ ഈ കുളമൊന്ന് കണ്ടിരിക്കേണ്ടത് ഒരു തിരുവനന്തപുരത്തുകാരൻ തിരുവനന്തപുരത്തിൻ്റെ കാഴ്ചകൾ കാണുന്ന കൂട്ടത്തിൽ ഇതും കൂടി ഒന്ന് കണ്ടിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതാണ് ഞാനും എൻ്റെ ചാനലിൽ കൂടി അങ്ങനെയുള്ള കാഴ്ചകളാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ കിരണിനെ പരിചയപ്പെടുന്നതും. കിരൺ ഇങ്ങനെ ചേട്ടാ ഈ കുളത്തെക്കുറിച്ചുള്ള ഒരു സംഭവം ചെയ്തത് കിരണിന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കിരൺ ആഗ്രഹം ഈ കുളം ഒന്ന് കാണണം. അങ്ങനെയാണ് ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഈ ഭാഗത്തേക്ക് വരുന്നതും ഈ ഒരു വ്ളോഗിലേക്ക് വരുന്നതിൻ്റെ ഒരു കാരണം. അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഓക്കെ, അതെ. നമ്മളിപ്പോൾ ഇപ്പോൾ കണ്ട ശ്രീവരാഹം കുളം, ആ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തൊരു അഗ്രഹാരമുണ്ട്. ഇത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. ഇതെല്ലാം ഈ നഗരിയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ കിരണിനോടൊപ്പം ഈ കാഴ്ചകൾ കാണുന്നതിന് കാരണം കിരൺ ചോദിച്ചു, എൻ്റെ ചാനലിൽ ഈ അഗ്രഹാരത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ, നമുക്ക് അവിടെ കൂടി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാനത് പരിചയപ്പെടുത്താമെന്നുള്ള രീതിയിലാണ് ഈ ഒരു ഭാഗത്തേക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒന്ന് പങ്കുവയ്ക്കാം. അഗ്രഹാര തെരുവുകളാണ്. ഈ തെരുവുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1ാം പുത്തൻ തെരുവ്, 2ാം പുത്തൻ തെരുവ്, 3ാം പുത്തൻ തെരുവ്, ഇങ്ങനെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ രാജഭരണകാലം മുതൽ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആരാധനാക്രമമായിട്ടും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളുമായി ബന്ധപ്പെട്ട അന്ന് ഇവിടേക്ക് വന്ന ബ്രാഹ്മണ സമൂഹം പ്രധാനമായിട്ടും കുടിയേറി പാർത്ത് അവർക്കായി അനുവദിച്ചു കൊടുത്ത ഒരു വീഥികളാണ് ഈ സ്ഥലം. ഇന്നും ആ പാരമ്പര്യം അതുപോലെ തന്നെ അവരുടെ പിൻതലമുറ അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ വിശേഷപ്പെട്ട ദിവസങ്ങൾ, ഇവിടെ പ്രത്യേകതര ആഘോഷങ്ങൾ, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ തുടങ്ങിയവയെല്ലാം അതേ ആഘോഷത്തോടു കൂടി തന്നെ അതേ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ തെരുവീതികളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജീവിക്കുന്ന ഒരു ജനവിഭാഗവും അന്നത്തെ ആചാരങ്ങളും പാരമ്പര്യവും എല്ലാം അതുപോലെ കാത്തു സൂക്ഷിച്ച് മറ്റൊരു വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ തിരുവനന്തപുരത്തെ പല സ്ഥലങ്ങളിലും വിവിധ ജാതി മതസ്ഥരും പല വിഭാഗക്കാരും പല വർഗത്തിലുള്ള ആൾക്കാരും കൂടി ചേരുമ്പോൾ ഈ ഒരു തെരുവിൽ അങ്ങനെയൊന്നുമില്ല. കാരണം പൂർണ്ണമായും ആ പഴയ തലമുറ അതുപോലെ തന്നെ നിൽക്കുകയാണ്. ഇത് ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്ത് 1000-ഓളം
1000-ന് മുകളിൽ കാണുന്ന ക്ഷേത്രങ്ങളിലെ ശാന്തിക്കാരായി പൂജാരിമാരായിട്ടുള്ള ഭൂരിഭാഗം പേരും ഈ ഒരു തെരുവുകളിൽ നിന്നാണ് അവർ വന്നിട്ടുള്ളത്. അവർ തന്നെയാണ് അതെല്ലാം കൺട്രോൾ ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള മറ്റൊരു പ്രത്യേകത വളരെ ശാന്തമായിട്ടുള്ള ഒരു സമൂഹമാണ്. അവരെക്കുറിച്ച് അവരുടെ പൊതുവേ ഉള്ള ഒരു ശാന്തത ഈ തെരുവുകളിലുണ്ട്. ഒരു ഐക്യവും ശാന്തതയും ഒക്കെയുള്ള വളരെ മനോഹരമായ വീഥികളാണ് ഈ ഒരു തെരുവിൻ്റെ പ്രത്യേകത. ഇവിടെ ഈ കാർത്തിക ദിവസം, അതുപോലെ തന്നെ പൊങ്കൽ തുടങ്ങിയൊക്കെ നമ്മൾ ഹൈന്ദവ സമൂഹം ആചരിക്കുന്ന പല വിശേഷ ചടങ്ങുകളിലും ആ ദിവസങ്ങളിൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ അതിവിടെ വളരെ പൊലിമയോടുകൂടി ദീപാവലി തുടങ്ങിയവയൊക്കെ ഭയങ്കരമായിട്ട് ഇവിടെ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ ഒരു ചരിത്രപരമായിട്ട് വളരെ പ്രാധാന്യമുള്ള അന്നത്തെ രാജഭരണകാലത്തെ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയും തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിരുന്ന ഒരു വിഭാഗം താമസിക്കുന്ന 3 തെരുവുകളാണ് ഇവിടെയുള്ളത്. ഇത് കൂടാതെ കരമന, വലിയശാല തുടങ്ങിയ ആ ഭാഗങ്ങളിലൊക്കെ, മണക്കാട് ചില ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും ഇവരുണ്ടെങ്കിലും അത് പ്രധാനപ്പെട്ട ഒരു അഗ്രഹാര തെരുവെന്ന് നമുക്ക് പറയാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട സ്ഥലമെന്ന് പറയുന്നത് ഈ 3 തെരുവുകളാണ്. അതാണ് ഈ തെരുവിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ ഇവിടെ എല്ലാ വീടുകളുടെ മുൻവശത്തും അതിരാവിലെ കോലം വരയ്ക്കുന്ന ഒരു സീനുണ്ട്. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. എല്ലാ സ്ത്രീകളും എല്ലാ വീടിൻ്റെ മുന്നിൽ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ട് ഇങ്ങനെ കോലം വരയ്ക്കുന്ന ഒരു രസമുണ്ട്. ഭയങ്കര കളർഫുള്ളായിട്ടുള്ള കോലവും ഒക്കെ ഇവിടെ എല്ലാ ദിവസവും നമുക്ക് കാണാവുന്നത്. നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് വന്ന് ഒരു വിഷ്വൽ എടുക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ ഇവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി അകത്തേക്ക് കയറ്റി വിട്ടിട്ടില്ല. അതെ, ഓടിപ്പോകാൻ പറഞ്ഞു. അതുകൊണ്ട് അതിൻ്റെ തൊട്ട് മുന്നിൽ വന്ന് നിന്നിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് എന്ന്. എന്നിരുന്നാലും നമ്മൾ തിരുവനന്തപുരത്തെ ഈ ഒരു കാഴ്ച എടുക്കുന്ന കൂട്ടത്തിൽ ശ്രീവരാഹകുളം നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ. ആ സ്ഥിതിക്ക് നമ്മുടെ പത്മതീർത്ഥക്കുളം അതും കൂടി എല്ലാവരും കണ്ടതായിരിക്കാം. പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ, ഈ കറണ്ട് സിറ്റുവേഷൻ കൂടി കണ്ടുകൊണ്ട് ഈ യാത്ര നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ആ ഒരു വിഷനിലേക്ക് നമുക്ക് കടക്കാം. കിരീട എൻ്റെ ട്രിവാൻഡ്രം പോൾ ചാനലിൽ ഏറ്റവും അവസാനമായി ചെയ്ത ഒരു എപ്പിസോഡാണ് ഈ കല്ലാന. ആ കൂട്ടത്തിൽ പറഞ്ഞതാണ് ഇത് ഈ സമീപകാലത്ത് അധികം പഴക്കമൊന്നുമില്ല. നമ്മുടെ ഈ തിരുവനന്തപുരത്തിൻ്റെ ഈ റോഡ് വികസനം, ഇവിടുത്തെ വെള്ളപ്പൊക്ക നിവാരണം, അനന്ത പ്രോജക്റ്റിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇവിടെ വെട്ടിപ്പൊളിച്ച സമയത്ത് പുറത്ത് കിട്ടിയതാണ് ഈ കല്ല്. ഇതിനെക്കുറിച്ച് പല അഭിപ്രായം പറയുന്നുണ്ട്. ഒരു പണി പൂർത്തിയാക്കാത്തത് കൊണ്ട് ഉപേക്ഷിച്ചതാണെന്നും അല്ല മറ്റെന്തോ കാരണങ്ങളായിട്ട് ഇവിടെ സ്ഥാപിച്ചാണെന്നൊക്കെ പറഞ്ഞു. ഇത് മണ്ണിനടിയിലായിരുന്നു. ഉടൻ നഗരസഭയും ടൂറിസം നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനെ ഉയർത്തി ഒരു പീഠമൊക്കെ സെറ്റ് ചെയ്ത് അപ്പോൾ നഗരത്തിലെ ഒരു കല്ലാന കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് പത്രമാധ്യമങ്ങളിലൊരു വലിയൊരു വാർത്തയായിരുന്നു. അപ്പോൾ ആ ഒരു ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് നമ്മുടെ നഗരത്തിൽ വരുന്ന സഞ്ചാരികൾക്ക് അവർക്കൊരു കൗതുക കാഴ്ച. ഇങ്ങനെ ക്ഷേത്രത്തിന് മുൻവശത്ത് ഒരു കല്ലിൽ അത് മുഴുവൻ പണി പൂർത്തിയായിട്ടില്ല, അതിൻ്റെ പല ഭാഗത്തും കേടുപാടുകളുണ്ട്. അത് അങ്ങനെ ഒരു സംഭവം ഇവിടെയുണ്ട്. അത് കല്ലാന എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് നിന്നും കാഴ്ചകൾ കണ്ടുകൊണ്ട് പ്രശസ്തമായ കിഴക്കേക്കോട്ട അത് പുതുക്കി പണിത വിശാഖ തിരുനാൾ രാമവർമ്മയുടെ RV എന്ന പേര് മുകളിൽ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ പൈതൃക സ്മാരകമായി നിലനിൽക്കുന്ന കിഴക്കേക്കോട്ടയുടെ ഉള്ളിലൂടെ നമ്മൾ ശരിക്കുള്ള തിരുവനന്തപുരം സിറ്റിയുടെ ഉൾഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഈ കാഴ്ച എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുകാരനതിൽ വലിയൊരു പുതുമയെന്ന് തോന്നത്തില്ല. പക്ഷെ തിരുവനന്തപുരത്ത് ഒരു പ്രാവശ്യമെങ്കിലും വന്ന് അല്ലെങ്കിൽ ഇവിടെ താമസിച്ച് ഇവിടെ സഞ്ചാരിയായിട്ടൊക്കെ വന്നിട്ടുള്ള ഒരാൾക്ക് ഇത് വളരെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്ര മനോഹരമായ ഒരു ഫീൽ. അത് ഓരോരുത്തരുടെയും ആ ജന്മസ്ഥലം വളരെ പ്രിയപ്പെട്ടതായിരിക്കുമല്ലോ. അതുപോലെ പ്രശസ്തമായ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം പുതുക്കി പണിത് ഇപ്പോൾ വളരെ മനോഹരമാക്കിയ ഒരു പുതിയൊരു ലുക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ മനോഹരമാണ് ഇപ്പോഴുള്ള അതിൻ്റെ പണി എന്ന് പറയുന്നത്. തമിഴ്നാട് മദ്രാസ് റെജിമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള പഴവങ്ങാടി ഗണപതി ക്ഷേത്രം ശരിക്കും ഇപ്പോഴും പട്ടാളക്കാരുടെ ക്ഷേത്രമെന്നാണ് അറിയപ്പെടുന്നതെങ്കിലും തിരുവനന്തപുരത്തിൻ്റെ സാംസ്കാരിക പൈതൃക കാര്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് ഈ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. നമ്മളിവിടെ നിന്നും നമ്മുടെ വലതുഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്കിവിടെ പുത്തരിക്കണ്ടം മൈതാനം അതിവിടെ നമുക്ക് കാണാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നേരെ നമ്മളിപ്പോൾ ഓവർ ബ്രിഡ്ജിലൂടെ മുകളിലേക്ക് പോവുകയാണ്. ഈ പാലവും ഇവിടുത്തെ
നമ്മുടെ നഗരം അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കുഴപ്പമെന്ന് പറയുന്നത് പാർക്കിംഗ് സൗകര്യം, അതുപോലെ തന്നെ റോഡുകളുടെ നവീകരണത്തിലുണ്ടായ പാളിച്ചകൾ തുടങ്ങിയവയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്നിരുന്നാലും ഉള്ള പരിമിതിക്കുള്ളിൽ സന്തോഷമായി പോകുന്ന ഒരു രീതിയാണ് തിരുവനന്തപുരത്തുകാർക്കുള്ളത്. ഒരു കേരള തലസ്ഥാനം എന്ന നിലയിൽ ഒരു അന്താരാഷ്ട്ര പ്രശസ്തി ആർജിച്ചു വരുന്ന ഈ ഒരു നഗരം ഇനി വരും കാലങ്ങളിൽ കൂടുതൽ ഡെവലപ്മെൻറ്റുകൾ ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് ഒരു നല്ലൊരു വികസനം വന്ന് ഇതിൻ്റെ കാഴ്ച തന്നെ മുഴുവൻ മാറുന്ന തരത്തിൽ വരുന്നതിനുള്ള പല പദ്ധതികളും കടലാസിലുണ്ടെങ്കിലും അവയൊക്കെ എപ്പോഴാണ് പൂർത്തിയായി വരുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും ഒരുപാട് മാറ്റം ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ ഈ നഗരത്തിന് ഉണ്ടായിട്ടുണ്ട്. 10 വർഷം മുമ്പ് നഗരത്തിലേക്ക് വന്ന ഒരാൾ കാണുന്ന ഒരു രൂപമല്ല ഇന്ന് തിരുവനന്തപുരത്തെ ഈ നഗരത്തിൻ്റെ ഒരു അവസ്ഥ. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വലുതും ചെറുതുമായ ധാരാളം കമ്പനികളും ബിസിനസ് സ്ഥാപനങ്ങളും കച്ചവടം, അതുപോലെ ഹോട്ടൽ, ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, നിരവധി പുതിയ സ്ഥാപനങ്ങൾ തിരുവനന്തപുരത്തിൻ്റെ ഓരോ കോണിലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവയൊക്കെ ശരിക്കും അറിയുക എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ തമ്പാനൂർ ഭാഗത്തേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്ത് വരുന്ന എല്ലാവരെയും കണക്ട് ചെയ്യുന്ന, തിരുവനന്തപുരവുമായി ബന്ധിപ്പിക്കുന്ന നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ നമ്മുടെ KSRTCയുടെ ബസ് സ്റ്റാൻഡ് എന്നിവയൊക്കെ ഈ ഭാഗത്താണുള്ളത്. തമ്പാനൂരിൽ നിന്ന് തുടങ്ങുന്ന യാത്ര നമുക്ക് തിരുവനന്തപുരത്ത് മാത്രമല്ല ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് പോകുവാൻ പറ്റുന്ന തരത്തിലുള്ള രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. നിങ്ങളിപ്പോൾ കാണുന്നത് തിരുവനന്തപുരത്തെ കോളടക്കം സൃഷ്ടിച്ച പല സിനിമകളുടെയും ആസ്ഥാനമായിരുന്ന ശ്രീകുമാർ ശ്രീവിശാഖ തിയേറ്റർ, അതിൻ്റെ ഉടമ സുബ്രഹ്മണ്യ മുതലാളിയുടെ മരണവും ഈ അടുത്ത കാലത്തുണ്ടായി. തിയേറ്ററുകൾ തുറക്കുന്നതും കാത്ത് ആരാധകർ കാത്തിരിക്കുന്നു. തിരുവനന്തപുരത്തെ ഒട്ടുമിക്ക തിയേറ്ററുകൾ ഇപ്പോൾ ഈ കാണുന്ന തമ്പാനൂരിലെ മനോഹരമായ ആധുനിക രീതിയിലുള്ള ഈ ബസ് ടെർമിനലിന്റെ ഉള്ളിലുമുണ്ട് ഒരു 4 തിയേറ്റർ. ലെനിൻ സിനിമാസ് എന്ന് പറയും. അതുമൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. അതിനകത്ത് 3-4 സ്ക്രീൻ ഉള്ളതായിട്ടാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ അതിനകത്ത് കയറിയിട്ടില്ല. ബാക്കി എല്ലാ തിയേറ്ററിലും കയറി, പക്ഷെ ഇവിടെ മാത്രം കയറാൻ പറ്റിയിട്ടില്ല. പക്ഷെ എങ്കിലും ഈ RT ഓഫീസ് ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ വണ്ടിയുടെ സംബന്ധമായ എന്തെങ്കിലും ഇതൊക്കെ അടയ്ക്കാനൊക്കെ വരുമ്പോൾ അത് കണ്ടിട്ടുണ്ട്. ഇതാണ് പൊന്നറ പാർക്ക്. അതായത് നമ്മുടെ പഴയ മേയറായിരുന്ന പൊന്നറ ശ്രീധർ, അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി, എൻ്റെ ഓർമ്മയിൽ ഇതും കൂട്ടി ഞാൻ എപ്പോൾ ഇതിൽ വന്നാലും ഒരു പണിതീരാത്ത വീടാണ് ഈ പാർക്ക് എന്ന് പറയുന്നത്. എപ്പോഴും പണിയായിരിക്കും. ഓരോ ഡിസൈനേഴ്സ് വരുമ്പോഴും നഗരാസൂത്രണത്തിൻ്റെ പേരിൽ പൊളിച്ച് പണിയുക എന്നുള്ളതൊരു വിനോദമാണ്. ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ചുകൂടി എന്തോ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കൊരു 6 മാസം കഴിയുമ്പോൾ കാണാം നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ആയിരം എന്ന് പറയാൻ പറ്റില്ല, ജീവിതങ്ങൾ പലതും തുടങ്ങിയതും ഒടുങ്ങുന്നതും തിരുവനന്തപുരത്തിൻ്റെ ഹൃദയനാഡിയായിട്ട് നമുക്ക് ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും ഇന്ത്യയിലെമ്പാടും ജനങ്ങളെ പമ്പ് ചെയ്യുന്ന അവരുടെ ഒരു യാത്രാ കേന്ദ്രം. വളരെ പ്രശസ്തമായ ആ വിക്ടോറിയൻസ് രീതിയിലുള്ള നിർമ്മിതിയും ഉള്ള നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ ചുറ്റി ഈ ഫ്രെയിം നമ്മുടെ KSRTCയുടെ ഫ്രെയിം. പക്ഷെ നല്ല കിടലൊരു സംഭവം. ഇതിപ്പോൾ നിങ്ങൾക്ക് KSRTCയുടെ നമ്മുടെ ഒരു നല്ലൊരു വ്യൂ ഈ ബസ് ടെർമിനൽ. ഇതിനുള്ളിൽ നമുക്ക് വാഹനം മുകളിൽ വരെ എത്തിക്കുവാനുള്ള സൗകര്യവും പാർക്കിംഗ് സൗകര്യമുണ്ട്. പിന്നെ സിനിമാ തിയേറ്റർ ഉണ്ട്. മറ്റൊരുപാട് പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസുകളൊക്കെ ഇവിടേക്ക് മാറിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇത് പൂർണ്ണമായി ഇപ്പോഴും പ്രവർത്തന സജ്ജമായിട്ടില്ല. നമ്മളിപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസ് പറഞ്ഞില്ല, തിരിച്ചു പോകുമ്പോൾ ഇന്ത്യ വികാരമാണല്ലേ. അതെ, റൗണ്ട് പറയാൻ വിട്ടുപോയ ഒരു സാധനമാണ് ഇന്ത്യൻ കോഫി ഹൗസ്. അതിപ്പോൾ
അതിൻ്റെ അവസ്ഥ എന്താണെന്ന് കൊറോണയ്ക്ക് ശേഷം എന്താണെന്ന് നമുക്കറിയില്ല. തിരുവനന്തപുരത്തെ ആദ്യത്തെ ഒരു അത്ഭുത ബിൽഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അന്ന് ലാറി ബേക്കറിൻ്റെ ഒരു പ്രത്യേകത രീതിയിലുള്ള കെട്ടിട നിർമ്മാണ ശൈലിയിൽ നിർമ്മിച്ച ഈ ഒരു കെട്ടിടം ഇത്രയും ചുരുങ്ങിയ സ്ഥലത്ത് ഇത്രയും വർഷമായിട്ട് പോലും അതിന് യാതൊരു കേടുപാടുമില്ലാതെ വളരെ പ്രശസ്തമായ ആ ഇന്ത്യൻ കോഫി ഹൗസ് അതിപ്പോഴും ഓപ്പണിംഗ് ആണ്. എങ്കിലും കൊറോണയുടെ നിയന്ത്രണങ്ങൾ കാരണം ഒരുപാട് പരിമിതികളുണ്ട്. ഈ കോഫി ഹൗസുകൾ എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. കാരണം നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലായി കോഫി ഹൗസുകളുണ്ട്. ഈ കോഫി ഹൗസുകളിൽ നിന്നാണ് പല പ്രശസ്തരും അവരുടെ ആശയങ്ങൾ, കഥകൾ, മോഹൻലാൽ എല്ലാവരും ഇവിടുത്തെ ഈ പറയുന്ന കോഫി ഹൗസിന്റെ ഉള്ളിൽ നിന്നാണ് തുടങ്ങിയത് ചർച്ചകൾക്കായി. ഇന്നും അതേ സൗകര്യം അവിടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് കോഫി ഹൗസിലെ ജീവനക്കാർ ആ തൊപ്പിയൊക്കെ വെച്ച് നിൽക്കുമ്പോഴേ നമ്മൾ വിചാരിക്കുന്നത് 5 സ്റ്റാർ ഹോട്ടലാണ്, ഇത് എന്തോ രാജാക്കന്മാരൊക്കെ നടത്തുന്ന ഹോട്ടലാണെന്നൊക്കെ നമ്മൾ വിചാരിച്ചത്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അങ്ങനെയല്ല, അവരെല്ലാം ഒരു സഹകരണ സംഘത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതിൻ്റെതായ ഒരു ഇപ്പോഴും കോഫി ഹൗസിലെ എന്തായാലും ഈ വ്ളോഗ് കാണുന്ന എല്ലാവരും കോഫി ഹൗസിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത അവിടുത്തെ ബീറ്റ്റൂട്ട്, അത് പോയവരെല്ലാരും പറയുന്ന ഒരു സംഭവമാണ്. എന്ത് കറിയുടെയും എന്ത് സംഭവത്തിലും ഒരു ചായ ചോദിച്ചാലും ഒരു ബീറ്റ്റൂട്ട് ഒരു വിഭവം അവിടെ കൊണ്ടുവരും. കോഫി ഹൗസിന്റെ ഒരു മാത്രം പ്രത്യേകതയാണ്. അങ്ങനെ നമ്മളത് ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ പ്രശസ്തമായ പഴയ സഹകരണ സർവീസ് ബാങ്കും അങ്ങനെയുള്ള സംഭവങ്ങളും LIC ഒക്കെ നമ്മുടെ ഈ MG റോഡിൽ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ വലതു ഭാഗത്താണ് ചരിത്ര പ്രസിദ്ധമായ SMV ഹൈസ്കൂൾ. ഒരുപാട് മഹാരഥന്മാർക്ക് ജന്മം നൽകിയ തിരുവനന്തപുരത്തിലെ ആ SMV ഹൈസ്കൂൾ വലതു ഭാഗത്തുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ സമീപകാലത്ത് അറിഞ്ഞ ഒന്നാണല്ലോ പോത്തീസിലെ കോവിഡ് തിരക്ക് കാരണം വന്ന വൈറലായ ഒരു വീഡിയോ കാരണം പോത്തീസ് അടച്ചു പൂട്ടേണ്ടി വന്നു. ആ പോത്തീസാണ് ഇപ്പോൾ നമ്മൾ അതിൻ്റെ മുൻവശത്ത് എത്തിയിട്ടുണ്ട്. പോത്തീസിന്റെ അടുത്തേക്ക് ജോസ്കോ ഉണ്ട്, അതുപോലെ കല്യാൺ ജുവലേഴ്സ്. ഈ പറയുന്ന സ്ഥാപനങ്ങളൊക്കെ ഒരു കഴിഞ്ഞ 10 വർഷത്തിന് ഇപ്പുറം ഈ ഒരു റോഡിൽ വന്നതാണെന്ന് കൂടി ഒരു പ്രത്യേകതയുണ്ട്. വളരെ അമ്പരചുംബികളായ രീതിയിലുള്ള കെട്ടിടങ്ങളും പഴയ കെട്ടിടങ്ങളൊക്കെ മോഡിഫൈ ചെയ്തപ്പോൾ പുതുമയുള്ള രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മുടെ MG റോഡിലൂടെയുള്ള ഒരു യാത്ര ശരിക്കും തിരുവനന്തപുരത്തിൻ്റെ ഒരു മനോഹാരിത കാണണമെങ്കിൽ രാത്രി കാലത്ത് ഇതുവഴി യാത്ര ചെയ്യുന്നവർ ശരിക്കൊരു വിഷ്വൽ ബ്യൂട്ടി ഈ ഭാഗത്തുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇനി അങ്ങോട്ടുള്ള നമ്മുടെ നേരെ പോകുന്ന സെക്രട്ടേറിയറ്റ് അങ്ങനെയൊക്കെ വരുന്ന ഭാഗത്ത് വരുമ്പോൾ നമ്മുടെ ശരിക്കും തിരുവിതാംകൂറിൻ്റെ പഴയ രാജഭരണകാലത്ത് സൃഷ്ടിച്ച അതേ റോഡുകളും അതിനൊക്കെ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കൺസ്ട്രക്ഷനൊക്കെ ശരിക്കും നമ്മുടെ തിരുവനന്തപുരം എന്ന് പറയുന്നത് ഒരു രാജ്യം പോലെ, തിരുവിതാംകൂർ എന്ന് പറയുന്ന ഒരു രാജ്യമാക്കുന്ന തരത്തിൽ അന്നത്തെ ദിവാൻമാർ പ്രത്യേകം മുൻകൈയെടുത്ത് തുറമുഖം, അതുപോലെ എയർപോർട്ട്, എല്ലാ സംവിധാനങ്ങളും കൊണ്ടുവന്ന് ഒരു സ്വതന്ത്ര രാഷ്ട്രമായ രീതിയിലാണ് ഇതിനെ ഡിസൈൻ ചെയ്ത് അന്ന് കൊണ്ടുവന്നത്. പക്ഷെ പിന്നീട് ഇന്ത്യൻ യൂണിയനിൽ ഈ തിരുവിതാംകൂറിനെ ലയിപ്പിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ലയിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായി. എന്നിരുന്നാലും ഒരു ശരിക്കും പറഞ്ഞാൽ ഈ നഗരത്തിൻ്റെ അല്ലെങ്കിൽ ഈ തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാം ഉൾക്കൊള്ളുവാനുള്ള ഒരു മനസ്സുണ്ട്. അത് തിരുവനന്തപുരത്തുകാരുടെ തന്നെ ഒരു പ്രത്യേകതയാണ്. പൊതുവെ തിരുവനന്തപുരത്തുകാരെ കുറിച്ച് മറ്റൊരു തരത്തിൽ പുറമെ പറയുന്നുണ്ടെങ്കിലും ഒരു തിരുവനന്തപുരത്തുകാരൻ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പലതരത്തിലുള്ള സംസ്കാരങ്ങളെ പെട്ടെന്ന് ഉൾക്കൊള്ളുവാനും ഒരു മതസൗഹാർദ്ദം പോലെ അതിനെ കാത്തു സൂക്ഷിക്കുവാനും ലോകത്ത് എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി, തിരുവനന്തപുരത്തുകാർ അതിനെ വളരെ സംയമനത്തോടെ തന്നെ കാണുന്ന ഒരു രീതിയിലാണ് ഇത് കാണുന്നത്. ഒരു കണക്കിൽ പറഞ്ഞാൽ നമ്മളിപ്പോൾ പോകുന്ന ഈ റോഡ് എന്ന് പറയുന്നത് ഈ ഭരണസിരാ കേന്ദ്രം വഴിയുള്ള, അതായത് നമ്മുടെ മിക്കവാറും എല്ലാ സർക്കാർ സംവിധാനങ്ങളുടെയും പ്രധാനപ്പെട്ട ഓഫീസ് ഈ ഭാഗത്തായതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ രാവിലെ ഒരു 9 മണി മുതൽ വൈകുന്നേരം ഒരു 5-5:30 മണി വരെ അല്ലെങ്കിൽ ഒരു 6 മണി വരെയുള്ള അതികഠിനമായ തിരക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ എല്ലാവരും നഗരം വിട്ടു മാറുകയും എല്ലാം അവരുടെ താവളങ്ങളിലേക്ക് പോവുകയും പിന്നീട് നഗരം വളരെ ശൂന്യമായ അതായത് രാത്രി ഉറങ്ങുന്ന നഗരം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മറ്റു മെട്രോപൊളിറ്റൻ സിറ്റികളിലെല്ലാം ഉറക്കമില്ലാത്ത നഗരങ്ങളാണ്. ഇവിടെ ഒരു നൈറ്റ് ലൈഫ് ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഭൂരിഭാഗവും ഇവിടെ വന്നണഞ്ഞ് അവരുടെ ജീവിത ഉപാധി കഴിഞ്ഞിട്ട് തിരികെ പോകുന്ന ഒരു രീതിയിലാണ്. പക്ഷെ നമുക്ക് ആ ഒരു കൾച്ചർ, നൈറ്റ് ലൈഫ് കൾച്ചർ ഇപ്പോൾ തിരുവനന്തപുരത്ത് കഴക്കൂട്ടം ഭാഗത്ത് ടെക്നോ പാർക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള IT കമ്പനീസും ഒക്കെ വന്നതിന് ശേഷം അവിടെയൊക്കെ അത്രയ്ക്കുള്ള തിരക്ക് ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഈ ഒരു ഭാഗത്ത് അങ്ങനെ ഒരു തിരക്കില്ല. കാരണം ഇവിടെ പൂർണ്ണമായും
നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ ഓഫീസുകളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ സെക്രട്ടേറിയറ്റിൽ നിന്ന് നമ്മൾ ചുറ്റും ഒരു 5 കിലോമീറ്ററിലുള്ള ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിനുള്ളിൽ നമ്മുടെ തിരുവനന്തപുരം സിറ്റിയുടെ പ്രധാന സംഭവങ്ങളെല്ലാം അതിനുള്ളിൽ തന്നെ അടങ്ങിയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ശരിക്കും കേരളത്തിൻ്റെ പ്രകൃതി രമണീയത ആസ്വദിക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഗ്രാമപ്രദേശങ്ങളും പഞ്ചായത്തുകളും ഒക്കെയാണ് അതിനുശേഷം ശരിക്കും തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ മുൻവശത്ത് എത്തിയിട്ടുണ്ട് പഴയ ഹജൂർ കച്ചേരി. ഈ ഹജൂർ കച്ചേരി നിർമ്മിച്ച മാധവറാവുവിൻ്റെ ദിവാനായിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രതിമയും ഇതിൻ്റെ മുൻവശത്തുണ്ട്. അതുപോലെ തന്നെ മാധവറാവു, വേലുത്തമ്പി ദളവ എല്ലാവരുടെയും പ്രതിമകൾ ഇവിടെയുണ്ട്. നമ്മുടെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളുടെയും കണക്ക് കുത്തൽ നമ്മൾ ഈ അവസാനം കഴുത്തിന് കുത്തി പിടിക്കുമെന്നൊക്കെ പറയല്ലോ ഈ കണക്ക് നോക്കുമ്പോൾ. ആ സ്ഥാപനമായ AG's ഓഫീസ് ഇവിടെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ AG's ഓഫീസിലാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ നമ്മൾ ഇപ്പോൾ വായിക്കുന്ന മാധ്യമങ്ങളുടെ ഓഡിറ്റിങ്ങും പരിപാടികളൊക്കെ നടക്കുന്ന AG's ഓഫീസുണ്ട്. ഇരുവശത്തും IMCA, മുത്തൂറ്റ്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, കാനറ ബാങ്ക്, അതുപോലെ സൗത്ത് പാർക്ക് ഹോട്ടൽ, യൂണിവേഴ്സിറ്റി കോളേജ് ഒക്കെ ഈ റോഡിൽ ഇങ്ങനെ അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് ഒരു പ്രത്യേക, നമുക്ക് ശരിക്കും തിരുവനന്തപുരത്ത് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ ഒരു ആവശ്യമായി തിരുവനന്തപുരത്ത് വരുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ അടുത്തടുത്ത് തന്നെ എല്ലാം സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ദൂരം പോകാതെ തന്നെ അവരുടെ കാര്യങ്ങൾ പെട്ടെന്ന് നടത്തുവാനുള്ള ഒരു സാഹചര്യമുണ്ട്. നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ അതിപ്രശസ്തമായ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുൻവശത്തു കൂടിയാണ് ഇപ്പോൾ പോകുന്നത്. വലതു ഭാഗത്ത് നമുക്കിവിടെ VJT ഹാളുണ്ട്. VJT ഹാളിൽ ഇപ്പോൾ അയ്യങ്കാളി സ്മാരക ഹാൾ എന്നാണ് ഇതിനെ നാമകരണം ചെയ്തിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി ലൈബ്രറിയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. നമ്മൾ ഇനി ഇവിടെ നിന്നും തിരിഞ്ഞിട്ട് നേരെ തിരുവനന്തപുരത്ത് കുന്നുകുഴി എന്ന ഭാഗത്തേക്ക് ലോ കോളേജിൻ്റെ ജംഗ്ഷനിലേക്ക് പോവുകയാണ്. അവിടെയാണ് ഞാൻ നിർമ്മിച്ച ഒരു ബാലഭാസ്കറിൻ്റെ ഒരു പ്രതിമയുള്ളത്. അപ്പോൾ കിരൺ എന്നെ ഈ വ്ളോഗിലേക്ക് ക്ഷണിക്കുമ്പോൾ തന്നെ പറഞ്ഞു, ചേട്ടാ ശില്പി ആയതുകൊണ്ട് നിങ്ങളുടെ ആ ശില്പവും കൂടി ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. അതെ, നമ്മളിപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ മുൻവശത്തെത്തി. നമ്മുടെ കുമാരനാശാൻ സ്ക്വയർ, മഹാകവി അങ്ങനെ കയ്യും ചൂണ്ടി മാനത്ത് നോക്കി നിൽപ്പുണ്ട്. തൊട്ട് പിന്നിൽ നമ്മുടെ ചരിത്ര, അതെ, എല്ലാ കോളേജുകളെയും നിയന്ത്രിക്കുന്ന കേരള യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാന മന്ദിരം, അത് ചുറ്റിയാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് തിരിയുന്നത്. MLA ഹോസ്റ്റൽ, അതെ, ഈ കാണുന്നത് MLA ഹോസ്റ്റൽ. നമ്മുടെ നിയമസഭാ സാമാജികരുടെ എല്ലാം ഇതിനകത്ത് ഇരിപ്പുണ്ട്. അവർക്ക് എല്ലാവരും ഇവിടെ വരികയും ചെയ്യും. എങ്കിലും പല സമയത്തും അവരെ തിരക്കി വന്നപ്പോൾ അവരുടെ ബന്ധുക്കളൊക്കെയാണ് താമസിച്ചതെന്ന് പറയുമ്പോൾ ഇടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സ്പീക്കർ കർശന നിർദ്ദേശം കൊടുത്ത് എല്ലാവരെയൊക്കെ ഒഴിപ്പിച്ചിട്ട് അങ്ങനെ MLA ഹോസ്റ്റൽ എന്ന് പറയുന്നത് നമ്മുടെ ഭരണത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമാണ്. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലൂടെയാണ്, ചുറ്റുവശത്തു കൂടിയാണ് നമ്മൾ പോകുന്നത്. ആ സ്റ്റേഡിയത്തിൻ്റെ ഒരു വശം നമ്മുടെ പുതിയ നിയമസഭാ മന്ദിരമാണ് ഈ ഭാഗത്ത് കാണുന്നത്. ഇത് നമുക്കിവിടെ ഒരു പള്ളിയുണ്ട് ഈ ഭാഗത്ത്. വളരെ പുരാതനമായ പാരമ്പര്യമുള്ള പള്ളിയുടെ ഭാഗങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ആ നിയമസഭാ മന്ദിരത്തിൻ്റെ മുൻവശത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് നിങ്ങളിപ്പോൾ കാണുന്ന ഈ ചാനലുകളിലും മാധ്യമങ്ങളിലൊക്കെ കാണുന്ന നിയമസഭയുടെ മുൻവശം. നമുക്ക് അതിനുള്ളിൽ പ്രവേശനമുണ്ട്. പ്രത്യേകം പെർമിഷൻ എടുത്തിട്ട് അതിനുള്ളിലേക്ക് എല്ലാവർക്കും കാണാവുന്നുള്ള സാധ്യതയുണ്ട്. ഇത് പാളയത്തെ പ്രശസ്തമായ ഹനുമാൻ ക്ഷേത്രം, അത് ഈ ഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. മസ്കറ്റ് ഹോട്ടൽ, അതെ, മസ്കറ്റ് ഹോട്ടൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രെയിമിൽ കാണാം. നമ്മൾ ഇനി കുന്നുകുഴി ഭാഗത്തേക്ക് പോവുകയാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കുന്നുകുഴിയിലെ ലോ കോളേജ് ജംഗ്ഷനിലാണ്. അപ്പോൾ ഈ പ്രതിമ, ബാലഭാസ്കറിൻ്റെ ഈ പ്രതിമ ഞങ്ങൾ മറ്റൊരു ഞങ്ങളുടെ വെബ് സീരീസിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ പ്രതിമകളെന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഒരു വെബ് സീരീസിൽ പരിചയപ്പെടുത്തുന്നു. അന്ന് നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ ശില്പിയുടെ പേര് എഴുതിയിട്ടുണ്ട്. ശില്പിയുടെ പേര് രാജേഷ് കുമാർ എന്നാണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് ഇതിൻ്റെ ഈ പ്രതിമകളെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഈ പ്രതിമ നിർമ്മിക്കാനുള്ള സാഹചര്യം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കാം. ബാലഭാസ്കറുമായിട്ടുള്ള ആത്മബന്ധവും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടാ ഒന്ന് പറയാമോ? ശരിക്കും ഈ പ്രതിമ നിർമ്മിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ചെറിയൊരു കഥയുണ്ട്. കാരണം ബാലഭാസ്കറിൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്താണ് ജോയി തമലം. അപ്പോൾ അദ്ദേഹം നമ്മുടെ ന്യൂസ് 18 ചാനലിലെ റിപ്പോർട്ടറാണ്.
ബാലഭാസ്കറിനെ കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ബാലഭാസ്കറിൻ്റെ ശരിക്കും പറഞ്ഞാൽ ബാലഭാസ്കറിനെ ബാലഭാസ്കറാക്കി മാറ്റുന്ന ആദ്യകാലത്തെ എല്ലാ മ്യൂസിക് ആൽബത്തിൻ്റെ എല്ലാം വരികൾ എഴുതിയ ജോയ് തമല എൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഞാനും ജോയി യൂണിവേഴ്സിറ്റി കോളേജിലുള്ള സമയത്ത് നമ്മുടെയൊക്കെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു ബാലഭാസ്കർ. എനിക്ക് പിന്നെ പേഴ്സണലായിട്ട് ബാലനെ നമ്മുടെ സ്കൂളിൽ കോളേജിലെ ഒരു ഹീറോ ആയിരുന്നു. അപ്പോൾ അവൻ്റെ വളർച്ച ഓരോ ഘട്ടവും ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ ബാലുവിൻ്റെ ആ അപകട മരണത്തിന് ശേഷം വളരെ നാൾ അത് മനസ്സിൽ ഇങ്ങനെ നീറി നിൽക്കുന്ന സമയത്ത് ഒരു ചിത്രകാരൻ അല്ലെങ്കിൽ ഒരു ശില്പി എന്നുള്ള നിലയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ, ആ ഒരു കൺസെപ്റ്റ് വന്നപ്പോൾ ഞാനിങ്ങനെ ജോയിയോട് പറഞ്ഞു, ജോയി നമുക്കൊരു സാധനം ചെയ്താലോ, ഞാനൊരു സാധനം ചെയ്യാം, നമുക്ക് പിന്നെ അതിനെ ഒന്ന് ഇവിടെ നമുക്ക് അപ്പോൾ എവിടെയെങ്കിലും തിരുവനന്തപുരത്ത് അവൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവൻ ധൈര്യമായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളതിൻ്റെ പണി തീർത്തു. കുറേ നാളത് അവിടെ എന്നെ വെച്ചിരുന്നു, പറ്റിയൊരു സന്ദർഭം നോക്കി. അങ്ങനെ ബാലുവിൻ്റെ 1ാം ചരമവാർഷികമാകുന്ന ആ ഒരു സമയം, അതായത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഗാന്ധി ജയന്തി ദിനം അന്നാണ്. അതാണ് എന്നും മറക്കാൻ പറ്റാത്തൊരു ഡേറ്റ്, ഒക്ടോബർ 2. ആ ഒരു ദിവസമാണ് ഇതിവിടെ. അന്ന് ഇവിടുത്തെ വാർഡ് കൗൺസിലായിരുന്ന ഇപ്പോൾ കഴിഞ്ഞ വാർഡ് കൗൺസിൽ IP ബിനുവാണ് ഇതിന് ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തത്. കാരണം ഈ ബാലുവിൻ്റെ ഒരു നല്ലൊരു പ്രായം താമസിച്ചിരുന്നത് ഈ കുന്നുകുഴി വാർഡിലായിരുന്നു. അപ്പം IP ഒരു ആഗ്രഹം ഈ കുന്നുകുഴി വാർഡിൽ തന്നെ അത് വേണം എന്നുള്ളൊരൊറ്റ ആഗ്രഹത്തിൽ അങ്ങനെയാണ് ഞങ്ങൾ വിചാരിച്ച് അങ്ങനെ ഒരു പ്രത്യേക അന്ന് എടുപിടി എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രതിമ ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ തിരുവനന്തപുരത്തുള്ള ശില്പങ്ങളുടെ കൂട്ടത്തിൽ ഒരു എളിയ കലാകാരൻ എന്ന നിലയിൽ എനിക്കും ഒരു അവസരം കിട്ടി. അതാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് ഈ ശില്പത്തിൻ്റെ. ഇന്നും അത് ഒരുപാട് പേര് ബാലുവിൻ്റെ ആ ഒരു പ്രത്യേക ഓർമ്മ ദിവസമൊക്കെ എത്തുമ്പോൾ ധാരാളം ബാലുവിനെ ആരാധിച്ചിരുന്ന സംഗീത പ്രേമികൾ ഇവിടെ വരാറുണ്ട്, ഇവിടെ പുഷ്പാർച്ചനയൊക്കെ നടത്താറുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ശരിക്കും ആ പ്രതിമയെ നോക്കാൻ തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് ഒരു വിഷമം എൻ്റെ മുഖത്ത് ഇപ്പോഴും ഉണ്ട്, ആ ഒരു വേദന. അപ്പോൾ അതുകൊണ്ട് ഞാൻ പരമാവധി ഞാൻ ഈ പ്രതിമ നോക്കാറില്ല. അന്ന് ചെയ്തു എന്നുള്ളതിൽ ചെയ്യുമ്പോൾ പോലും നമ്മൾ ആ ഒരു ശില്പി എന്നുള്ള നിലയിൽ ആ ഫോട്ടോയൊക്കെ നോക്കിയൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ നേരം നോക്കും തോറും നമുക്ക് തന്നെ വളരെ വിഷമം വരും. കാരണം ഇപ്പോഴും ബാലുവിൻ്റെ ഒരു പിക്ചർ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉള്ളിലൊരു നീറ്റലുണ്ട്. അങ്ങനെ ഒരു വല്ലാത്തൊരു അത് എന്ത് ഫീലാണെന്ന് പറയാൻ പറ്റത്തില്ല. എങ്കിലും ആ നഗരത്തിൽ അലിഞ്ഞു ചേർന്ന ആ ഒരു സംഭവമായിട്ട് അതങ്ങനെ നിലനിൽക്കുന്നു. അതാണ് അതിലൊരു ഭാഗമാകാനായിട്ട് എനിക്കൊരു ഭാഗ്യം കിട്ടിയെന്നുള്ളതാണ് ഈ ഒരു പ്രതിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ചേട്ടാ, എനിക്ക് ചോദ്യം ചോദിക്കാനുള്ളത്, നഗരത്തിലെ പ്രതിമകളൊക്കെ നോക്കുകയാണെങ്കിൽ അതിനൊരു മേൽക്കൂരയുണ്ട്, പക്ഷേ കാക്കകളൊക്കെ വന്നിരിക്കാതിരിക്കാൻ ഇതിന് അത്തരത്തിലുള്ള സംവിധാനം ഇല്ല. അത് ഒന്നാമത് ആ ഒരു സമയത്ത് വളരെ വലിയ പ്രിപ്പറേഷൻ ഇല്ലാതെ പെട്ടെന്ന് ഒരു സ്ഥലം ഇവിടെ കണ്ടുപിടിക്കുകയും അങ്ങനെ ചെയ്തതാണ്. പക്ഷേ ആ സമയത്തുള്ള നമുക്ക് ആ ഡേറ്റിന് തന്നെ ഇത് ഫിക്സ് ചെയ്യണം എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്തതാണ്. പിന്നീട് അതിനുശേഷം പല തിരക്കുകളും ഇവിടുത്തെ കൗൺസിലറും കൂടി അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ വരുന്നു, അങ്ങനെ ഒരുപാട് തിരക്കുകൾ എങ്കിലും ഇതൊരു നല്ലൊരു സ്ക്വയറായിട്ട് ബാലഭാസ്കർ സ്ക്വയർ എന്ന പേരിൽ തന്നെ ഇത് നാമകരണം ചെയ്ത് ഈ ഒരു സ്ഥലത്തിന് അങ്ങനെ ഒരു പേര് വരുത്തുന്ന രീതിയിലുള്ള പ്ലാനിംഗ് ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കെന്തായാലും സമീപഭാവിയിൽ അത് കാണാമെന്ന് പ്രതീക്ഷിക്കാം. നമ്മളിപ്പോൾ LMS ചർച്ചിൻ്റെ മുൻവശത്തോടുകൂടെ മ്യൂസിയത്തേക്ക് പോവുകയാണ്. മ്യൂസിയം ഭാഗത്താണ് നമ്മുടെ യാത്ര. ഈ വ്ലോഗ് അവസാനിക്കുന്നത് മ്യൂസിയത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ മ്യൂസിയം കൂടി നമ്മൾ മ്യൂസിയം കൂടി പരിചയപ്പെടുത്തുന്നു. പക്ഷേ ഒരു പ്രത്യേക കാര്യം, മ്യൂസിയം മാത്രം ചെയ്യാനായിട്ട് ഒരു ദിവസം വേണ്ടി വരും. അത്രയ്ക്കുണ്ട് കാണാൻ. 2 ദിവസം അത്രയ്ക്ക് റിസ്ക് ഉള്ള, അത്രയ്ക്ക് കാണുവാനുള്ള കാഴ്ചകൾ. പക്ഷേ സത്യം പറഞ്ഞാൽ ഇനി ആരെങ്കിലും മ്യൂസിയം കാണാൻ വരികയാണെങ്കിൽ മ്യൂസിയം മാത്രമായിട്ട് കാണരുത്. അതിൻ്റെ ചുറ്റും ശ്രീചിത്ര ആർട്ട് ഗാലറി, നേപ്പിയർ മ്യൂസിയം, നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം, ഒരു 3D പാർക്ക്, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൂടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതെല്ലാം കൂടി കാണണം. അതുകൂടി കണ്ടാലേ ശരിക്കും നിങ്ങൾ ആ ഒരു മ്യൂസിയത്തിൻ്റെ ഒരു മ്യൂസിയം മുതലാക്കാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റും. നമ്മൾ മൃഗങ്ങൾ മാത്രമല്ല, രാജാരവിവർമ്മയൊക്കെ വരച്ച ഒറിജിനൽ ഹംസോ ദമയന്തി കോടിക്കണക്കിന് രൂപ വില വരുന്നതൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഇവിടെ ശ്രീചിത്ര ആർട്ട് ഗാലറിയിലാണ്. അത് നിങ്ങൾക്ക് നേരിട്ട് കാണാവുന്ന ഒന്നാണ്. അതിന് മ്യൂസിയത്തെ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്തെ ഏറ്റവും മനോഹരമായ രാജവീതിയാണ് ശരിക്കും മ്യൂസിയം. ഈ കവടിയാർ, വെള്ളയമ്പലം ഈ ഭാഗത്തുള്ള ഈ റോഡുകൾ അത്രയ്ക്ക് വളരെ മനോഹരമായി പ്ലാനോടുകൂടി ഡിസൈൻ ചെയ്ത ഭാഗമാണ്. പക്ഷേ ഈ ഒരു ഭംഗി നമ്മുടെ നഗരത്തിൻ്റെ എല്ലാ ഭാഗത്തുമില്ല. കാരണം മറ്റു പല ഭാഗങ്ങളിലും പിന്നീട് നൽകിയ വികസനങ്ങൾ കാരണം അതിൻ്റെ പൊലിമ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഏറ്റവും മനോഹരമായും വളരെ വൃത്തിയായും, കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത, തിരുവനന്തപുരത്തിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകതയായി ഇവിടെ വന്നിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത് നഗരത്തിൻ്റെ പച്ചപ്പാണ്.
എവിടെ തിരിഞ്ഞു നോക്കിയാലും ഒരു പച്ചപ്പ്, മരങ്ങളെ പരമാവധി സംരക്ഷിച്ചുകൊണ്ടുള്ള രീതിയിലാണ് പോയിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ഇപ്പോൾ നടക്കുന്ന വികസനങ്ങൾക്കൊന്നും അതിലൊന്നും പരിസ്ഥിതിക്കൊരു പ്രാധാന്യം നൽകുന്നില്ല. നമുക്ക് ഒരു പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് അവിടെ വെട്ടി നിരത്തേണ്ട മരങ്ങളുടെ ലിസ്റ്റാണ് ആദ്യം തയ്യാറാക്കുന്നത്. പക്ഷേ ഈ പഴയ കാലത്ത് ഒരു റോഡ് വെക്കുമ്പോൾ അല്ലെങ്കിൽ റോഡ് സൃഷ്ടിക്കുമ്പോൾ തന്നെ അതിന് ചുറ്റും ഏതൊക്കെ മരങ്ങൾ വേണ്ടി വരും എന്നുള്ളതിനെ കുറിച്ചുള്ള ഇവിടെ ഒരു ട്രീ വാക്ക്, അതിൽ പ്രകൃതി സംരക്ഷണം ചെയ്യുന്ന ഒരു സംഘടനയൊക്കെ ഉണ്ട്. അവരിങ്ങനെ ഈ തിരുവനന്തപുരത്ത് പ്രശസ്തമായ എല്ലാ റോഡരികളുള്ള മരങ്ങളിൽ ആ മരങ്ങളുടെ പേരും അതിൻ്റെ ശാസ്ത്രീയ നാമമൊക്കെ ലേബൽ ചെയ്ത് വയ്ക്കുമായിരുന്നു. ഇപ്പോഴതൊന്നും കാണാനില്ല. കാരണം ഈ ഫ്ലക്സും കൊടിതോരണവും കാരണം അവരിതെല്ലാം കൂടി വലിച്ചു പറിച്ച് കളയും. അപ്പോൾ നമുക്ക് കവടിയാർ രാജവീതിയോട് കാണിച്ചിട്ട് അപ്പൊ ഇത്രയും നമ്മൾ വന്ന സ്ഥിതിക്ക് ആ രാജവീതികളിലൂടെ കാണിച്ചില്ലെങ്കിൽ അതൊരു അതെ. അപ്പോൾ നമ്മളിപ്പോൾ കനകക്കുന്ന് പാലസിന്റെ വശത്തുകൂടി പോവുകയാണ്. ഇത്രയും വന്ന സ്ഥിതിക്ക് നമുക്ക് കവടിയാർ രാജവീതിയും കൂടി ഒന്ന് കണ്ടിട്ട് പോകാം. നമ്മുടെ ഗവർണർ, ഈ സംസ്ഥാനത്തിന്റെ യഥാർത്ഥ തലവൻ, അദ്ദേഹത്തിന്റെ രാജ്ഭവൻ, അതുപോലെ ഇപ്പോഴും രാജകുടുംബം താമസിക്കുന്ന കവടിയാർ കൊട്ടാരം, അതൊക്കെ ആ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് കെൽട്രോണിൻ്റെ മുമ്പിലാണ്. CDAC, നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലെ സർക്കാരിൻ്റെ പല ഗവേഷണങ്ങളും നടക്കുന്ന സ്ഥാപനമാണ് ഈ ഭാഗത്ത്, ഈ മതിൽ കെട്ടിനുള്ളിൽ കാണപ്പെടുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ ഇപ്പോൾ വെള്ളയമ്പലം ജംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും വലതുഭാഗത്തേക്ക് വഴുതക്കാടും, മുന്നോട്ട് പോകുന്നത് നേരെ പോകുന്നത് ശാസ്തമംഗലവുമാണ്. പിന്നീട് നഗരം പല ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിഞ്ഞു പോകുന്നു. പക്ഷെ നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ ഒരു രാജവീതിയായ ഈ കവടിയാർ ഭാഗത്തേക്കാണ്. അപ്പോൾ നമുക്കിവിടെ ബിഷപ്പ് ഹൗസ് ഇവിടെ കാണാം. നമ്മുടെ ലത്തീൻ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പിൻ്റെ ആസ്ഥാന മന്ദിരമായ ബിഷപ്പ് ഹൗസ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇതാണ് ശരിക്കുള്ള, അപ്പോൾ കാണാത്തവർ, തിരുവനന്തപുരം കാണാൻ ആഗ്രഹിക്കുന്നവർ കണ്ടുകൊള്ളുക. നമ്മുടെ ഗവർണറുടെ ശരിക്കുള്ള രാജവീതി ഇതാണ്. നമ്മുടെ ഇപ്പോഴത്തെ രാജാവെന്ന് പറയുന്ന ഗവർണറുടെ രാജ്ഭവൻ ഈ ഭാഗത്തായിട്ട് കാണാം. നമ്മുടെ സമരങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ രാജ്ഭവൻ. ഇപ്പോഴത്തെ രാജാവെന്നൊന്നും പറയല്ലേ, ഇപ്പോഴത്തെ രാജാവെന്ന് പറയുമ്പോൾ അതൊരു ലിറ്ററലി ആണ്. ഇപ്പോഴത്തെ രാജാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്ളോഗ് ആരടാ ചെയ്തെന്ന് പറഞ്ഞുള്ള തെരുവിളി. ഇതാണ് രാജ്ഭവൻ. അങ്ങനെ രാജ്ഭവന്റെ മതിൽക്കെട്ട് മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനകത്തേക്ക് പോയാൽ ഏത് നിമിഷവും വെടിയുതിർക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഇതാണ് ശരിക്കുള്ള രാജവീതി. നമ്മുടെ ശരിക്കും ഈ കവടിയാർ റോഡിൻ്റെ ആ ഒരു വിഷ്വൽ എടുക്കുമ്പോഴാണ് ശരിക്കും ആ തിരുവനന്തപുരത്തിൻ്റെ ഒരു ഭംഗി നന്നായിട്ട് കിട്ടുന്നത്. ഈ ഒരു അതെ, ശരിക്കുള്ള പച്ചപ്പാണ്. ഇന്ന് വരെ ഇവിടെ അധികം മരങ്ങളൊന്നും മുറിച്ചിട്ടില്ല. ആ മരങ്ങളെയൊക്കെ നന്നായിട്ട് സംരക്ഷിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു റോഡാണ്. പക്ഷേ വേറൊരു പ്രത്യേകത, ഏറ്റവും കൂടുതൽ ബൈക്ക് റേസേഴ്സ്, കാർ റേസേഴ്സിൻ്റെ മത്സര ഓട്ടം നടക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തിരുവനന്തപുരത്തുകാർ ശ്രദ്ധിക്കുക. രാത്രി സകാലങ്ങളിലൊക്കെ ഈ ഭാഗത്ത് വളരെ സൂക്ഷിച്ചു വേണം വരേണ്ടത്. ഇപ്പൊ കുറെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഇടക്കാലത്ത് ഒരുപാട് മരണം ഇവിടെ നടന്നിട്ടുണ്ട്. നമ്മൾ കണ്ണടച്ച് തുറക്കുമ്പോൾ വണ്ടികൾ പാഞ്ഞു പോയിരിക്കും. മത്സരമാണ്. അപ്പോൾ കാരണം അത്രയ്ക്ക് പോകാൻ പറ്റിയൊരു ലൊക്കേഷനാണ്. അത് കണ്ടു കഴിഞ്ഞാൽ വണ്ടിയിൽ പോകുന്നവർക്കൊന്ന് ഫാസ്റ്റിൽ പോകാൻ തോന്നും. ആ ഒരു സ്ഥലമാണ് ഈ രാജവീതി എന്ന് പറയുന്നത്. നമ്മൾ നന്ദൻകോട് ഭാഗത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ നഗരത്തിന്റെ ഈ ഒരു വീതിയിൽ ഇടതുവശത്ത് സാൽവേഷൻ ആർമിയുടെ ഒരുപാട് ക്രിസ്ത്യൻ മിഷണറിമാരുടെ, പഴയ കാലത്ത് രാജഭരണകാലത്ത് ക്രിസ്ത്യൻ മിഷണറിമാർക്ക് കരമൊഴിവായി പതിച്ചു നൽകി അവർ നിർമ്മിച്ച ആസ്ഥാന മന്ദിരങ്ങൾ ഈ ഭാഗത്ത് ഒരുപാടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ശരിക്കുള്ള കവടിയാർ പാലസിന്റെ മുൻവശത്ത് ജംഗ്ഷനിലുണ്ട്. ഇവിടെ ഇപ്പോൾ അടുത്ത കാലത്ത് ഓപ്പൺ ചെയ്ത വിവേകാനന്ദ സ്മാരകമാണ് നിങ്ങൾ ഈ ഭാഗത്ത് ഇപ്പോൾ കാണുന്നത്. അത് നല്ലൊരു നഗരസഭയുടെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുള്ള നല്ലൊരു പാർക്കാണ്. സായാഹ്നങ്ങൾ നമുക്ക് ചിലവഴിക്കാനും ഇവിടെ വന്നിരുന്ന് ചർച്ചകൾ നടത്തുവാനൊക്കെ ഉള്ള വളരെ ശാന്തസുന്ദരമായിട്ടുള്ള മനോഹരമായ ഒരു പാർക്ക് എന്ന് പറയാവുന്ന അപൂർവം പാർക്കുകളിലൊന്നാണ് ഈ വിവേകാനന്ദ പാർക്ക്. ഇപ്പോൾ ഇവിടെ അതെ, കവടിയാർ രാജകൊട്ടാരമാണ് ഇപ്പോൾ ഈ വലതു ഭാഗത്ത് കാണുന്നത്.
അപ്പോൾ രാജേട്ടാ വളരെ വലിയൊരു നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് സന്തോഷം. ഈ ട്രിവാൻഡ്രം സിറ്റിയുടെ ഒരു ഞാൻ നൈറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ട്രിവാൻഡ്രം സിറ്റിയുടെ ഒരു പകൽ വെളിച്ചത്തിൽ നല്ലൊരു കവർ ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അത് എന്തായാലും സാധിച്ചു. അതിനപ്പുറത്ത് വളരെ നല്ല രീതിയിൽ തന്നെ നറേറ്റ് ചെയ്തു, വളരെ നല്ല രീതിയിൽ തന്നെ. എനിക്ക് തോന്നുന്നു 22 മിനിറ്റോളം എന്താ പറയുക ഇടതടവില്ലാതെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഞാൻ വിചാരിച്ച ഇടയ്ക്ക് കട്ട്ഷോട്ടൊക്കെ ആയിരിക്കും എടുക്കുന്നതെന്ന് വിചാരിച്ചു. 22 മിനിറ്റോളം എനിക്കറിയാം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. നമ്മൾ പലപ്പോഴും ഒരു വാക്ക് ഒരു സെന്റൻസ് ഒക്കെ പറയാൻ തന്നെ ബുദ്ധിമുട്ടാറുണ്ട്. അതെ പ്രേക്ഷകരുടെ ഞാൻ കുറെ നാൾ ട്യൂട്ടോറിയൽ ഫീൽഡിൽ അധ്യാപകനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് കിട്ടിയതാണ് ഈ വാചകമടി. അപ്പോൾ അതൊന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ കിട്ടിയ ഒരു ട്രെയിനിങ് ആണ് അതുകൊണ്ട് വലിയ ഉപകാരം അന്ന് ഉണ്ടായില്ലെങ്കിലും പക്ഷെ ഇപ്പോൾ ഈ യൂട്യൂബിൽ വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിന് പോകാൻ അല്ല അത് വളരെ വേണം. അങ്ങനെ ഒരു സംഭവം വേണമാണ് നമ്മളിങ്ങനെ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റണം. അതോടൊപ്പം തന്നെ ട്രിവാൻഡ്രം പൾസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ചേട്ടനാണ്. ട്രിവാൻഡ്രം പൾസ് എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് പേജ് ഉണ്ട്. ഞാൻ യൂട്യൂബ് ചാനലിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ എന്താണ് നിങ്ങൾ അവിടെ കയറിയിട്ട് എന്താണ് പറയുക സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്തിട്ട് ട്രിവാൻഡ്രം പൾസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പോയി സെർച്ച് ചെയ്ത് അവിടെ എത്തുക എന്നുള്ളതാണ് പറയുന്നത്. ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് തിരുവനന്തപുരത്തിന്റെ കുറേ കാഴ്ചകൾ കാണാൻ കാഴ്ചകളും കുറേ ചരിത്രമൊക്കെ ഉള്ള ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അതും കൂടി സന്ദർശിക്കാൻ നമുക്ക് അവിടെ കാണാം. അപ്പോൾ എന്തായാലും കിരണിനോട് വളരെയധികം നന്ദിയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടുണ്ട് നമ്മൾ സാറിന് യൂട്യൂബേഴ്സ് തമ്മിലുണ്ടാകുന്ന ഒരു കൊളാബറേഷനുണ്ട്. അത് യൂട്യൂബേഴ്സ് വളരെ സൗഹാർദ്ദപരമായിട്ട് രണ്ടുപേർക്കും ഗുണം കിട്ടുന്ന രീതിയിൽ കൂടുതൽ പ്രേക്ഷകരിൽ രണ്ട് പ്രേക്ഷകരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടി കൂടിയാണ്. അപ്പോൾ ആ തരത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ എനിക്ക് പിന്നെ കിരणे കണ്ടുമുട്ടാനും അത് എന്നെ ഈ ചാനലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യിക്കാനും നൽകിയതിനുള്ള വളരെ നന്ദിയും കടപ്പാടും ഞാൻ കിരണിനോട് പ്രത്യേകം അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ കിരണിൻ്റെ കൂടെയുള്ള പ്രേക്ഷകരോടും ആ ഒരു നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഓക്കെ താങ്ക് യു. ഓക്കെ താങ്ക് യു.